PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിന് കോടിക്കണക്കിന് കർഷകരാണ് കാത്തിരിക്കുന്നത്. ഇത്തവണത്തെ വിതരണ ചടങ്ങ് നടക്കുന്നത് ആസാമിൽ വെച്ചായിരിക്കും എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാണ് തുക അക്കൗണ്ടിലെത്തുക, ആർക്കെല്ലാം ഈ തുക നഷ്ടമാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതേസമയം മാർച്ച് 11-നാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിലെ കർഷകർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ദിവസത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ അന്ന് തന്നെ തുക വിതരണം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ സൂചനകളനുസരിച്ച് 22ാമത്തെ ഗഡു വിതരണം നടക്കുക ആസാമിൽ വെച്ചായിരിക്കും എന്നതാണ്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് 13-ന് പ്രധാനമന്ത്രി അസമിലെ ക്രോക്കജാർ സന്ദർശിക്കും. സന്ദർശന വേളയിൽ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി സാധ്യതയുള്ളതിനാൽ PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിനുള്ള ഫണ്ട് പ്രധാനമന്ത്രി ഈ വേദിയിൽ നിന്ന് പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഏത് സംസ്ഥാനത്ത് വെച്ച് നടക്കുമെന്ന് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. വിതരണത്തിന് 3-4 ദിവസം മുമ്പ് മാത്രമേ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീയതിയും അറിയിപ്പും ഉണ്ടാകൂ. സാധാരണയായി പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന വലിയ ചടങ്ങിലാണ് തുക വിതരണം ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലായിരുന്നു ചടങ്ങ് നടന്നതെങ്കിൽ അടുത്തത് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാമിൽ വെച്ച് നടക്കാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ എല്ലാവർക്കും ഈ തുക ലഭിക്കാൻ സാധ്യതയില്ല. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും പണം അക്കൗണ്ടിൽ വരില്ല. നിങ്ങളുടെ EKYC പൂർത്തിയായിട്ടുണ്ടോ എന്നും ലാൻഡ് സീഡിംഗ് യെസ് എന്ന് തന്നെയാണോ കാണിക്കുന്നത് എന്നും ഇപ്പോൾ തന്നെ പരിശോധിക്കുക. 22ാം ഗഡു വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി അറിയിപ്പ് വന്നാലുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.